ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 941 പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അവിടെയെല്ലാം പലരും അധികാരം ഏറ്റെടുത്തിട്ടും കേരളത്തിലാകെ ചർച്ച ഒരേയൊരു പഞ്ചായത്തിന്റെ പേരിലാണ്, മറ്റത്തൂർ. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കൂറുമാറ്റവും സംഘസൗഹൃദവുമാണ് മറ്റത്തൂരിനെ മാറ്റി നിർത്തുന്നത്. കേരളമാകെ ഉജ്ജ്വല ജയം നേടിയിട്ടും 8 പേരാൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയാകെ. പാർട്ടി പറഞ്ഞിട്ടും DCC അധ്യക്ഷൻ പറഞ്ഞിട്ടും കേൾക്കാത്തവർ 4 BJP-ക്കാർ പറഞ്ഞാൽ കേൾക്കുന്ന രാഷ്ട്രീയം എന്താണ്? പെട്ടെന്നൊരു പുലരിയിൽ ഒരു മറ്റത്തൂർ കനവുമായി ഇറങ്ങിയവരല്ല അവരെന്ന് കൂടെ നടന്നിരുന്ന മറ്റൊരു നേതാവ് പുറത്തു പറയുന്നു. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയെന്നാണ് ഉയരുന്ന ആരോപണം. 2 വാർഡുകളിൽ 60 വോട്ട് മാത്രം നേടിയ കോൺഗ്രസ് BJP-ക്ക് മുൻപേ വഴിയൊരുക്കിയെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ പൊതുസഖ്യത്തിലെ മെമ്പർമാർക്കും അവരെ നയിക്കുന്ന പഴയ DCC ജനറൽ സെക്രട്ടറിക്കും? കൈപ്പത്തി ചിഹ്നത്തിന് ജനം കൊടുത്ത വോട്ടിൽ ജയിച്ചവർക്ക് ആ പാർട്ടി പറയുന്നത് കേൾക്കാനുള്ള ബാധ്യതയില്ലേ? ഇപ്പുറത്ത് കൊടും തോൽവിയെ മറ്റത്തൂർ എന്ന് മാത്രം പറഞ്ഞ് വഴിതിരിക്കുകയാണോ ഇടതുമുന്നണി? മറ്റത്തൂർ അടവോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും അബിൻ വർക്കി, CPM-ൽ നിന്നും V വസീഫ്, KR ഔസേഫ് മറ്റത്തൂരിലെ മുൻ കോൺഗ്രസ് നേതാവുമുണ്ട്. അതുൽ കൃഷ്ണ BJP-യുടെ മറ്റത്തൂരിലെ പ്രതിനിധിയാണ്. ഞാൻ ആദ്യം ഔസേപ്പിലേക്ക് പോവുകയാണ്. ശ്രീ KR ഔസേപ്പ്, അങ്ങിന്ന് വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ ചില ദൃശ്യങ്ങളും കാണിച്ചു. അത് അവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾ, ഈ പറഞ്ഞ പുറത്തേക്ക് നിലപാട് വ്യത്യസ്തമായി എടുത്ത 8 അംഗങ്ങൾ അവർ അങ്ങയെ കാണാൻ വന്നു എന്നുള്ളതാണ്. അങ്ങയെ കാണാൻ വന്നിട്ട് സംസാരിച്ചതിൻ്റെ വിവരങ്ങളില്ലല്ലോ, ആ ദൃശ്യങ്ങളാണ് അങ്ങ് പുറത്തുവിട്ടത്. അങ്ങയെ കാണാൻ സ്വാഭാവികമായും അങ്ങയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അവർ വരുമല്ലോ. ആ വരവിനെ അങ്ങ് വേറൊരു രൂപത്തിലാണ് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? BJP-യുടെ പിന്തുണ നമുക്കുണ്ട് എന്ന് പറഞ്ഞതിന്റെ തെളിവുകൾ അങ്ങയുടെ കയ്യിലുണ്ടോ? ഞാൻ ആരെയും തേടി അങ്ങോട്ട് പോയതല്ല. എന്നെ തേടി എൻ്റെ വീട്ടിലേക്ക് വന്ന ആളുകളെ വന്നതിനുള്ള തെളിവാണ് ഞാൻ ആ ദൃശ്യങ്ങൾ വഴി കൈമാറിയിട്ടുള്ളത്. എൻ്റെ ക്യാമറയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം വീടിൻ്റെ ഫ്രണ്ടിലെ ക്യാമറയിലില്ല. അകത്തുള്ള ക്യാമറയാണെങ്കിൽ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു ദുരുദ്ദേശമൊന്നും ഇല്ലല്ലോ. എന്ത് കണ്ടാലും അത് റെക്കോർഡ് ചെയ്യുക, അത് പ്രചരിപ്പിക്കുക, അതൊന്നുമില്ല. ഞാൻ എൻ്റെ CCTV-യിൽ കണ്ട ദൃശ്യങ്ങൾ എൻ്റെ വീട്ടിൽ വന്നതിന് തെളിവായിട്ടാണ് ഞാനത് കൈമാറിയിട്ടുള്ളത്. പക്ഷേ അങ്ങേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആലോചിക്കുന്നു, അങ്ങേ പിന്തുണയ്ക്കുന്നു എന്ന് പറയാൻ വരുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ടോ? അതിലും അങ്ങ് അസ്വാഭാവികതയാണോ കാണുന്നത്? അസ്വാഭാവികതയൊന്നുമില്ല. ഭൂരിപക്ഷം ഇല്ലാത്തൊരു കക്ഷിക്ക് ഭരിക്കണം എന്നുണ്ടെങ്കിൽ സ്വതന്ത്രന്മാരുടെ പിന്തുണ വേണമല്ലോ. അതെ, അതിനുവേണ്ടി അവര് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോളൂ ശ്രീ സ്വതന്ത്രന്മാരുടെ സഹായം ഇല്ലാതെ 8 അംഗങ്ങളുള്ള ഒരു കക്ഷിക്ക് ഞാൻ കേൾക്കാമോ? പറഞ്ഞോളൂ. 8 അംഗങ്ങളുള്ള ഒരു കക്ഷിക്ക് ഭരണം നേടണം എന്നുണ്ടെങ്കിൽ സ്വതന്ത്രന്മാരുടെയോ മറ്റേതെങ്കിലും കക്ഷികളുടെയൊക്കെ പിന്തുണ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ആ പിന്തുണ എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടിലേക്ക് അവർ വന്നത്. വന്നപ്പോൾ എനിക്ക് തന്ന വാഗ്ദാനമാണ് ഞാൻ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടിയ ഒരു ഭരണം, ഒരു പ്രസിഡന്റ് സ്ഥാനം എനിക്ക് വേണ്ട എന്ന് തീർത്ത് പറഞ്ഞപ്പോഴാണ് അരമണിക്കൂറിന് ശേഷം അവരെൻ്റെ വീട്ടിൽ നിന്ന് പോയത്. അതായത് ആ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷമാണ് അവർ മടങ്ങിയത് അല്ലേ? അതെ. ഞാൻ അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അവർ 9:48 എൻ്റെ വീട്ടിൽ നിന്ന് അവർ മടങ്ങിപ്പോയത്. അങ്ങയുടെ ഒരു പിന്തുണ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഭരണം പിടിക്കാമല്ലോ. അപ്പോൾ BJP-യുടെ പിന്തുണ എന്നുള്ള കാര്യം എങ്ങനെയാണ് അവതരിപ്പിച്ചത്? അങ്ങയുടെ അടുത്ത് പറഞ്ഞത് ആരാണ്? ഇതിൽ ഈ ഒരു സംഘം നേതാക്കളെ കാണാം. അങ്ങനെ ഒരു കാര്യം അങ്ങയോട് അവതരിപ്പിച്ചത് ആരാണ്? ഈ വന്ന 5 പേരിൽ TM ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്, ഔസേപ്പ് നീ കൂടെ നിൽക്കണം, നിന്നാൽ നമുക്ക് ഭരണം ഉറപ്പാണ്, നീയാണ് പ്രസിഡന്റ് എന്ന്. ഞാൻ ചോദിച്ചു, 8 അംഗങ്ങളുള്ള ഒരു കക്ഷിക്ക് 2 സ്വതന്ത്രരെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭരണം ഉറപ്പാവുന്നത്? അപ്പോഴാണ് പറഞ്ഞത് BJP നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഭരണം നമുക്ക് ഉറപ്പാണ്.
അപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് BJP ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം ഞാൻ അതിൽ അന്നും ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. വർഗീയ കക്ഷികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നാണ് ഞാൻ അവർക്ക് വാഗ്ദാനം കൊടുത്തിരുന്നത്. അതിനുശേഷം CPM അങ്ങേ എപ്പോഴാണ് സമീപിച്ചത്? CPM എന്നെ സമീപിക്കുന്നത് ഇലക്ഷൻ്റെ തലേദിവസമാണ്. ഞാൻ അവരെയാണ് പോയി ഞാൻ കണ്ടത്. കാരണം എൻ്റെ കക്ഷി ഞാൻ ഇതുവരെ വിശ്വസിച്ച് പോന്നിരുന്ന UDF എന്നെ മാറ്റി നിർത്തി വേറെ ഒരാളെ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ CPM-മായി കൂട്ടുകൂടാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ കൂട്ടുകൂടാൻ തീരുമാനിച്ചതിന് ശേഷമാണ് അങ്ങയെ കാണാൻ കോൺഗ്രസ് നേതാക്കൾ വന്നത് അല്ലേ? അല്ല, അവർ 23-ാം തീയതി രാത്രി 9 മണിക്കാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ തീരുമാനിക്കുന്നത് CPM-മായി കൂട്ടുകൂടാൻ തീരുമാനിക്കുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം 26-ാം തീയതി. അതിന് കാരണം എന്താണ്? അപ്പോൾ അങ്ങേക്ക് അറിയില്ലല്ലോ കോൺഗ്രസ് ഈ പറയുന്നവർ BJP-യുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് അങ്ങേക്ക് അറിയില്ലല്ലോ. അപ്പോൾ അന്ന് അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്താണ്? അവരെൻ്റെ വീട്ടിൽ വന്നപ്പോൾ BJP-യുടെ വോട്ട് ഉറപ്പാണ്, നീ നിന്ന് കഴിഞ്ഞാൽ പ്രസിഡന്റ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞാൻ വേറെ ആളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരും. ഞാൻ പറഞ്ഞു എനിക്കതിന് വിരോധമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞാണ് അവർ ഇറങ്ങി പോകുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ആ ഭാഗത്തു നിന്നുള്ളൊരു ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. തലേന്ന് രാത്രിത്തെ കാര്യമല്ലേ അങ്ങ് പറയുന്നത്? അങ്ങയുടെ വീട്ടിലേക്ക് രാത്രി കോൺഗ്രസിലെ നേതാക്കൾ വന്നത് തലേന്ന് 23/12/2025 രാത്രി 9 മണിക്ക് 27-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത്, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത്. ശരി. അപ്പോൾ അങ്ങേക്ക് പണം നൽകി CPM 15 ലക്ഷം നൽകി എന്നുള്ള ആരോപണമാണ് അപ്പുറത്തുനിന്ന് വരുന്നത്. അതിന് അങ്ങയുടെ പ്രതികരണം എന്താണ്? ആ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കുള്ള നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൃത്യമായി 15 ലക്ഷം വാങ്ങി എന്ന് പറയുന്നതിന് തെളിവുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. അപ്പം അത് എന്നെ സംബന്ധിച്ച് ഇത്ര നാളത്തെ എൻ്റെ പൊതുപ്രവർത്തനത്തിന് ഏറ്റ ഒരു മങ്ങലാണത്. ഒരിക്കലും ഞാൻ അത് നിസാരമായി കാണുന്നില്ല. അത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങ് വിമതനായി മാറിയത് എപ്പോഴാണ്? ഈ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ വിമതനായി നിൽക്കുകയായിരുന്നല്ലോ ഇത്തവണ. അതിനുള്ള കാരണം എന്തായിരുന്നു? എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുണ്ടായ കാരണം ഈ പറയുന്ന നേതാക്കൾ എല്ലാവരും കൂടിയാണ് എൻ്റെ വാർഡിൻ്റെ അവിടെ നിന്ന് 3 വാർഡ് കടന്നുള്ള ഒരു വാർഡിലേക്കാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്നെ സമീപിച്ചത്. ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന TN ചന്ദ്രൻ ഉൾപ്പെടെ വന്ന് അവിടെ മത്സരിക്കണമെന്ന് എന്നോട് നിർബന്ധിക്കുന്നത്. എന്നാൽ DCC-യിൽ നിന്ന് 24 പേരെ അംഗീകരിച്ച് വന്ന പേരുകളിൽ KR ഔസേപ്പിൻ്റെ പേരുണ്ടായിരുന്നില്ല. എനിക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ച് തന്നില്ല. അതിൽ ആരൊക്കെയാണോ അതിൻ്റെ പിന്നിൽ കളിച്ചത് എന്ന് എനിക്ക് ഈ TM ചന്ദ്രൻ ഉൾപ്പെടെ ഉണ്ടോ എന്നുപോലും എനിക്ക് സംശയമുണ്ട്. കാരണം 3 പ്രാവശ്യം മെമ്പറായ ഞാൻ അത് ജനിച്ച വളർന്ന വാർഡിലല്ല, അതിൻ്റെ അപ്പുറത്തെ വാർഡിൽ പോയി മത്സരിച്ച് നിന്ന തോൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായ നിരാശ അതിനൊരു തെളിവായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ മേലുണ്ടാവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഞാൻ സംശയിക്കുന്നത്. ശരി, അതുൽ കൃഷ്ണയിലേക്ക് ഞാൻ പോവുകയാണ്. അതുൽ കൃഷ്ണ, അങ്ങ് അവിടെ BJP-യുടെ പ്രതിനിധിയായി ഒരു വാർഡിൽ നിന്ന് ജയിച്ച ആളാണ്. അങ്ങയുടെ ചില റീൽസ് കൂടി അവിടെ ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്താ പറയുക ഒരു വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്ന വിലയിരുത്തലും അവിടെ ഉണ്ടാകുന്നുണ്ട്. BJP-യും അവിടുത്തെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും തമ്മിൽ നേരത്തെ തന്നെ ബന്ധമുണ്ട് എന്ന ആരോപണം കൂടി ശ്രീ ഔസേപ്പ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിലടക്കം. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതുൽ? ഒരു തരത്തിലുള്ള ബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ഇപ്പോ KR ഔസേപ്പ് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോ എനിക്ക് ആളോട് 1-2 ചോദ്യങ്ങളും ചോദിക്കാനുണ്ടത്. കഴിഞ്ഞ 5 വർഷത്തെ ഇവിടുത്തെ CPM ഭരണം, അദ്ദേഹമായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പോ ഇവിടുത്തെ CPM 5 വർഷം ഭരിച്ചപ്പോൾ അവസാനത്തെ 5 വർഷത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഒരു ചെറിയ കുട്ടികൾക്ക് വരെ ഇവിടുത്തെ അഴിമതി വ്യക്തമായിരുന്നു. കാരണം ഞാൻ ഇവിടുത്തെ ഓരോ അഴിമതികളും എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഞാൻ പരസ്യമായി അത് റീൽസ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. വിത്ത് തെളിവുകൾ അടക്കമാണ് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഭക്ഷണം കഴിക്കുന്ന അരിയിൽ വരെ ഒരു അഴിമതി കാണിച്ച ഒരു പഞ്ചായത്ത് കേരളത്തിൽ എവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിലും എല്ലാം ഈ അഴിമതികളെ കുറിച്ചെല്ലാം കൃത്യമായി
കാണിച്ചിട്ടുണ്ട്. അപ്പോ ഒരു പ്രതിപക്ഷ നേതാവ് 5 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും ഒരു വിയോജന കുറിപ്പ് പോലും എഴുതാതെ CPM-നോട് കൈകോർത്തൊരു പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോ അദ്ദേഹത്തിനോട് എൻ്റെ ഒരു ചോദ്യം, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മറ്റത്തൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു നിലയ്ക്കും ഒരു സമരം പോലും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഔസേപ്പും ഇവിടുത്തെ CPM ഘടകമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച്. ശ്രീ ഔസേപ്പ് മറുപടി പറയാം. അദ്ദേഹത്തിന് കുറച്ചും കൂടി എളുപ്പമുണ്ടാകും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ 4 BJP മെമ്പർമാരും ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു. ഔസേപ്പിനോട് ചോദിക്കുന്നതിലും നല്ലത് ആ സഹപ്രവർത്തകരോട് ചോദിക്കുന്നതല്ലേ നല്ലത്. 5 പേരുണ്ടായിരുന്ന കോൺഗ്രസും 4 പേരുണ്ടായിരുന്ന BJP-യും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ ഒരു വാ പോലും തുറന്നിട്ടില്ല. എൻ്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും അവിടുത്തെ രേഖകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അധിക്ഷേപിക്കാൻ എല്ലാവർക്കും സാധിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പഞ്ചായത്തിനുണ്ടായ നേട്ടങ്ങൾ അതിൽ അസൂയ പൂണ്ടിട്ടാണോ ഇദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ നല്ല കാര്യം കണ്ടാൽ നല്ലതെന്ന് പറയാൻ ഒരു ആ മനസ്സ് ഒന്ന് കാണിക്കണം എന്ന് മാത്രമേ ഇദ്ദേഹത്തിനോട് പറയാനുള്ളൂ. നേരത്തെ തന്നെ CPM-ന്റെ ഭാഗമാകാമായിരുന്നല്ലോ. ഇത്രത്തോളം നല്ല അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ CPM-ന്റെ ഭാഗമായി തന്നെ നിൽക്കാമായിരുന്നല്ലോ. അപ്പൊ അങ്ങ് എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ പോവാതിരുന്നത്? അത് നിങ്ങൾ ചോദിക്കുന്നത് എന്നെ ഏതൊരു ഇതിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയല്ലേ? ഞാനൊരു കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന ആളാണ്. ആ ആള് വേറൊരു കക്ഷിയുടെ കൂടെ പോകാ എന്ന് പറഞ്ഞാൽ ശരിയാനുള്ള കാര്യമാണോ? അല്ല, അങ്ങ് കൈപ്പത്തിയിലുള്ളവരുടെ കക്ഷിയുടെ പ്രതിനിധിയാണ്. അതെ, കൈപ്പത്തിലുള്ളവരുടെ കുഴപ്പത്തെ കുറിച്ചാണ് പറഞ്ഞത്. മാത്രമല്ല CPM-ന്റെ ഭരണത്തെ കുറിച്ച് നല്ല അഭിപ്രായവുമാണ്. ഞാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാര്യം അദ്ദേഹം ചോദിച്ചു, അതിനാണ് മറുപടി പറയുന്നത്. അതെ, ആ ഭരണസമിതിയുടെ കാര്യത്തിലാണ് അങ്ങയുടെ അഭിപ്രായം അവർക്കൊപ്പമാണ് എങ്കിൽ അതിന്റെ ഭാഗമാകാമായിരുന്നല്ലോ. എന്തിനാണ് ഒരു വിമതനായി നിന്ന് മത്സരിച്ചെന്നാണ് ചോദ്യം. അല്ല, ഈ BJP-യുടെ 4 പ്രതിനിധികൾ അവരുടെ ഭാഗമായിരുന്നത് കൊണ്ടാണല്ലോ അവർ വാ തുറക്കാതിരുന്നത് ഈ 5 കൊല്ലക്കാലം. എനിക്ക് രേഖപ്പെടുത്താവുന്ന വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സമയാസമയങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അവിടുത്തെ രേഖകൾ പരിശോധിച്ചാൽ ലഭിക്കുന്നതാണ്. ഇത് കട്ട കമ്പനിക്ക് ലൈസൻസ് കിട്ടാതെ പഞ്ചായത്തിനോട് എതിര് തോന്നിയതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഒരു വഴിയിൽ കിടക്കുന്ന ഒരാളെ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തോണ്ടല്ല ഇദ്ദേഹത്തിൻ്റെ റീൽസും ഇതൊന്നും പ്രസിദ്ധമായിട്ടുള്ളത്. സ്വന്തം കാര്യം നടക്കാതെ വന്നപ്പോൾ പഞ്ചായത്തിനെതിരായി. അത് മറ്റുള്ള ആളുകളെയും കൂടി എന്തിനാ അതിനകത്തേക്ക് വലിച്ചഴിക്കുന്നത്? ശരി, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി കൂടി അബിൻ വർക്കി കൂടി വരാനിരിക്കുന്നു. അബിൻ എത്തി. അബിൻ കേൾക്കാമല്ലോ? അപ്പോൾ എന്താണ് ഈ പറയുന്ന മറ്റത്തൂരിൽ നടക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ മറ്റത്തൂരിൽ ഔസേപ്പ് പറയുന്ന ചില കാര്യങ്ങൾ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ വന്ന് കണ്ടത്, ആ 8 പേർ വന്ന് കണ്ടത്, അതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടിരുന്നു. BJP-യുടെ പിന്തുണയുണ്ട്, അവർ നമ്മളെ പിന്തുണയ്ക്കും, അങ്ങാണ് പ്രസിഡന്റ് എന്ന വാഗ്ദാനവുമായിട്ടാണ് ആ കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത്. ശബ്ദരേഖയൊന്നുമില്ലെങ്കിലും ആ ദൃശ്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ യാഥാർത്ഥ്യം അത് തന്നെയാണല്ലോ, അങ്ങനെ ഒരു സഖ്യം രൂപപ്പെട്ടു എന്നുള്ളതാണല്ലോ. അപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി മറ്റത്തൂർ വേറൊരു സംവിധാനമായി തന്നെ നിൽക്കുകയാണോ? നിങ്ങൾ പറയുന്നത് കേൾക്കാത്തൊരു സംവിധാനത്തെ നിങ്ങൾ എങ്ങനെയാണ് ഇനി അതിലൊരു നിലപാടെടുക്കാൻ പോകുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഈ മറ്റത്തൂരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രാദേശികമായ വിഷയമാണ്. പ്രാദേശികമായ തർക്കങ്ങളും അവിടെ ഉണ്ടായ ചില വിഷയങ്ങളും കാരണമാണ് മറ്റത്തൂരിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഇപ്പോൾ ശ്രീ ഔസേപ്പ്, പ്രിയപ്പെട്ട ഔസേപ്പ് ഏട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം അടക്കമുള്ളവർ വിമതരായി മത്സരിക്കാനുണ്ടായ സാഹചര്യം തന്നെ അന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ വേളയിലുണ്ടായ ചില തർക്കങ്ങൾ കാരണമാണ്. അന്നങ്ങനെ 3 വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികൾ വന്നു. അതിനകത്തെ 2 വാർഡുകളിലെ വിമത സ്ഥാനാർത്ഥികൾ ജയിച്ചു. അതിനകത്തെ ഒരു വിമത സ്ഥാനാർത്ഥിയാണ് ശ്രീ ഔസേപ്പ്. അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം മുൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് UDF-ന്റെ വിജയത്തിന് അല്ലെങ്കിൽ UDF-ന്റെ പ്രചരണത്തിനൊക്കെ നേതൃത്വം കൊടുത്തതും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ശ്രീ KR ഔസേപ്പിനെ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴും ഈ 8 അംഗങ്ങളാണ് UDF-നുള്ളത്. 2 വിമത അംഗങ്ങൾ കൂടി ചേരുമ്പോൾ 10 അംഗങ്ങളാവും. LDF-ന് 10 അംഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ 50%, 50-50 ചാൻസ് മാത്രമാണ്. ഈ 50-50 ചാൻസ് മുതലാക്കിക്കൊണ്ടാണ് LDF
ശ്രീ KR ഔസേഫിനെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചതും അങ്ങനെ വലയിൽ വീണതും. അപ്പോൾ അദ്ദേഹം പറയുന്നത് 23-ാം തീയതി തന്നെ അദ്ദേഹം നിലപാടെടുത്തിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേരണ്ട എന്ന നിലപാടെടുത്തിരുന്നു എന്നാണ് ശ്രീ KR ഔസേഫ് പറയുന്നത്. പക്ഷേ അദ്ദേഹം 26-ാം തീയതി വെള്ളിക്കുളങ്ങരയിലെ അദ്ദേഹത്തിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ, കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ തന്നെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ നിലപാടെടുത്ത ഒരു വ്യക്തി അങ്ങനെ പങ്കെടുക്കും. മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം നമുക്ക് ഇപ്പോൾ തെളിവായി വന്നിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അദ്ദേഹം ആ 50-50 ചാൻസ് 10-10 ആയാൽ ടോസ് ഇട്ട് വേണം പ്രസിഡന്റ് ആവാൻ, അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കി അദ്ദേഹം കൂടി LDFന്റെ കൂടെ ചേർന്നാൽ 11 അംഗങ്ങളാവും, ഒരു ഭൂരിപക്ഷമാവും. ആ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പോയതാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ റിട്ടാലിയേഷനാണ് കോൺഗ്രസ് അല്ലെങ്കിൽ അവിടുത്തെ UDFന്റെ അംഗങ്ങൾ മറ്റൊരാളെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുന്നു. ആ ആക്കുന്ന സ്ഥാനാർത്ഥിയെ 9 അംഗങ്ങളുടെ അംഗബലമുള്ള ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 4 അംഗങ്ങളുള്ള BJP ഇങ്ങോട്ട് വന്ന് പിന്തുണ കൊടുക്കുന്നു. അതാണ് സാഹചര്യം ഉണ്ടായത്. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് ആ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. SDPIയുമായും BJPയുമായും ഏതെങ്കിലും തരത്തിൽ ഒരു സഖ്യമെന്നുള്ളതല്ല, അവരുടെ പിന്തുണ മേടിച്ച് ഏത് സ്ഥാനത്ത് വന്നാലും ആ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണ് മറ്റത്തൂരിലെ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും അത് അവരോട് രാജിവെക്കാൻ പറയും. പക്ഷെ അവർ രാജിവെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു കാര്യമുണ്ട്. അവർ ചില സംഘടനാപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ സംഘടനാപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. BJPയിലേക്ക് പോകുമെന്നുള്ള ആ പ്രചരണം തന്നെ അത് നുണയാണ്, അങ്ങനെ ഒരു കിംവദന്തിയാണ്, അങ്ങനെ യാതൊരു വിധത്തിലുള്ള ആലോചന പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ ചില സംഘടനാപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ KPCCയും DCCയും പരിശോധിക്കുകയാണ്. അവിടെ പ്രാദേശികമായി ഉണ്ടായ ചില തർക്കങ്ങളാണ്. ആ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും അടിയന്തരമായി തന്നെ ആ വിഷയം പരിഹരിക്കപ്പെടും. കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടിലേക്ക് അവർ തിരിച്ചെത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നോക്കൂ, ഇത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രം നടന്ന കാര്യമല്ല. ഇവിടെ മറ്റത്തൂരിലെ ചില വാർഡുകളിലെ കണക്ക് നോക്കണം. ഈ BJP സ്ഥാനാർത്ഥിയുള്ള ഇടത്ത് ഒരു വാർഡിൽ, അവിടെ BJP സ്ഥാനാർത്ഥിയുള്ള വാർഡാണ്, അവിടെ BJPക്ക് 768 വോട്ടാണ് കിട്ടുന്നത്, CPMന് 684 വോട്ട്, അവിടെ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് 44 വോട്ടാണ്. ഒന്ന് ആലോചിക്കണം. മറ്റു വാർഡിലും ഇതുപോലെ ഉണ്ട്. അതുൽ കൃഷ്ണ ജയിച്ച വാർഡിൽ അതുൽ കൃഷ്ണയ്ക്ക് 668 വോട്ടാണ് കിട്ടുന്നത്. അവിടെ CPMന്റെ സുധീഷിന് 541 വോട്ട്, അവിടെ കോൺഗ്രസിന്റെ മാർട്ടിന് കിട്ടിയിരിക്കുന്നത് 58 വോട്ടാണ്. അപ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ വോട്ടൊക്കെ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമല്ലേ? രണ്ടിടത്തെ മറ്റത്തുള്ള 2 വാർഡുകളിലെ കണക്കാണ് ഞാനിപ്പോൾ അങ്ങയോട് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റത്തൂരിലെ മറ്റു വാർഡുകളിലെ കണക്കും സ്മൃതി അവിടെ പരിശോധിക്കണം. കാരണം മറ്റത്തൂരിൽ BJP ജയിച്ച 4 വാർഡുകളിൽ 2 വാർഡുകളിലും 2ാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ് ആണ്. അങ്ങനെ ഒരു ധാരണ മറ്റത്തൂരിലുണ്ടെങ്കിൽ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള വാർഡിൽ കോൺഗ്രസുകാർ 2ാം സ്ഥാനത്ത് വരുമോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും BJPയും കൂടെ 1-2 സ്ഥാനങ്ങൾ വീതം വെച്ച് 3ാം സ്ഥാനത്ത് CPMന് ഒതുക്കിയെന്ന് നിങ്ങൾ പറയുമോ? അത് മാത്രമല്ല, മറ്റത്തൂരിലെ 24 വാർഡുകളുടെ നില പരിശോധിച്ചാൽ മതി. അതിനകത്ത് BJPക്ക് അവിടെ വ്യക്തമായ ഒരു ആധിപത്യമുള്ള പ്രദേശം കൂടിയാണ്. CPMനും BJPക്കും ആധിപത്യമുള്ള പ്രദേശമാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 58 വോട്ടേ ഉള്ളൂ, കോൺഗ്രസിന് ഒരിടത്ത് 44 വോട്ട്. സ്മൃതി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മറ്റത്തൂർ എന്ന് പറയുന്ന പ്രദേശം ചരിത്രത്തിൽ ആകെ 2 കൊല്ലമാണ് കോൺഗ്രസ് ഭരിച്ചിട്ടുള്ളൂ എന്ന് മാത്രമല്ല, 2 കൊല്ലമാണ് LDF ഇതര ഭരണം വന്നിട്ടുള്ളൂ. അത് 2000 മുതൽ 2002 വരെയാണ്. 2003 അന്ന് കുറച്ച് കോൺഗ്രസ് അംഗങ്ങളെ പിടിച്ചുകൊണ്ട് LDF അന്ന് ഭരണം അട്ടിമറിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. CPMന്റെ വലിയ കൊത്തളമായ ഒരു പ്രദേശമായിരുന്നു. അവിടെ BJPക്ക് കഴിഞ്ഞ തവണ ഈ തവണത്തെക്കാൾ കൂടുതൽ മെമ്പർമാരുണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഭൂരിപക്ഷം നേടിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് മറ്റത്തൂർ. അങ്ങനെ ഒരു പ്രദേശത്ത് ചില വാർഡുകളിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട്, ചില വാർഡുകളിൽ കോൺഗ്രസ് ദുർബലമാണ് എന്ന് മറ്റു ചില വാർഡുകളിൽ കോൺഗ്രസ് ശക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പരിശോധിച്ചോളൂ. 4 പേരാണ് BJPയുടെ അംഗങ്ങളുള്ളത്. ആ 4 വാർഡുകളിൽ 2 കോൺഗ്രസ് ആണ് 2ാം സ്ഥാനത്ത്, CPM 3ാം സ്ഥാനത്താണ്. അപ്പൊ CPM വോട്ട് BJPക്ക് കൊടുത്തിട്ടാണോ അവർ BJP അവിടെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? അപ്പൊ നിങ്ങൾ ആ കക്ഷിനില പൂർണ്ണമായി പരിശോധിക്കണം. ഞാൻ 24 വാർഡിലെയും വോട്ട് നില പരിശോധിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ മറ്റത്തൂരിലെ ഒരു പ്രാദേശികമായ വിഷയം എടുത്തു കാണിച്ചുകൊണ്ട് കേരളത്തിൽ ഈ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്ന CPMും മുഖ്യമന്ത്രിയും CPM നേതാക്കന്മാരും അത് കേരളത്തിന്റെ പരിച്ഛേദമാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനം മണ്ടന്മാരല്ല എന്നും ഈ കേരളത്തിലെ ജനം തന്ന ഈ സമ്മാനം ഇതേവരെ സ്വീകരിക്കാൻ അവരുടെ മനസ്സ് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ശരി, വസീഫ് മറുപടി നൽകാം. മറ്റത്തൂർ മോഡൽ എന്നൊരു പ്രയോഗമാണല്ലോ CPM നടത്തുന്നത്. അതൊരു മോഡൽ എന്ന് പറയാനൊന്നുമില്ല, അവിടുത്തെ പ്രാദേശികമായ ഒരു സാഹചര്യം എന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. വസീഫ് എങ്ങനെയാണ് അതിനെ ഖണ്ഡിക്കുന്നത്?
ഇവിടെ നമുക്ക് ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്, CPM ഭരിച്ച സംസ്ഥാനമാണ്. ത്രിപുരയിൽ 2018 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ആ ത്രിപുരയിൽ അന്ന് കോൺഗ്രസിന്, അതിന് മുമ്പ് കോൺഗ്രസിനുണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം 36%. ആ 2018 ഞങ്ങൾ തോറ്റ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം, വോട്ടിംഗ് ഷെയർ എത്രയാ? 1.5%. നേരെ ഈ വോട്ട് പോയത് എവിടേക്കാണ്? BJPയിലേക്കാണ്. 2% മാത്രം ഉണ്ടായിരുന്ന BJPയെ ഈ പൂർണ്ണമായ കൂറുമാറ്റത്തിലൂടെ ഒരു പ്രയാസവുമില്ലാതെ താമരക്ക് പച്ചക്ക് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആ കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിതിവിടെ പറഞ്ഞു വെച്ചത് ഈ കേരളം ഇതൊന്നുകൂടി ഓർക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഇത് വെറുതെ ചർച്ച ചെയ്തു പോകുന്നതല്ല. അബിൻ വർക്കി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൽ ആർജവത്തോടുകൂടി ഈ മതനിരപേക്ഷ രാജ്യത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക്, അത് നമ്മൾ സാധാരണ പറയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന്, രാജ്യത്തെ കോൺഗ്രസിന് പറ്റിയ അപജയങ്ങളെക്കുറിച്ച്, അവരുടെ രാഷ്ട്രീയം ചോർന്നു പോയതിനെക്കുറിച്ച് ഇനിയെങ്കിലും ചർച്ച ചെയ്യാതെ ഈ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ, ഇങ്ങനെ വാചക കസർത്ത് കൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള കനകൊലു സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ കാൽച്ചുവട്ടിലെ മണ്ണ് ഒരു സുപ്രഭാതത്തിൽ, ഇവർ കനകുലുവിന് പണം കൊടുക്കുന്നതിൻ്റെ ഇരട്ടി കൊടുക്കാൻ ശേഷിയുള്ളവരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ BJP. അത് നമ്മൾ കണ്ടതാണ്. അവർക്കൊക്കെ കിട്ടുന്ന പണത്തിൻ്റെ ഒരു വലിയ അളവ്. ആ പണം കൊടുത്ത് ഈ കനകൊലുമാരെ വിലക്കെടുത്ത് ഈ കോൺഗ്രസിനെയും ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ എളുപ്പത്തിൽ മാറ്റാൻ എളുപ്പമാണ് ഈ BJPക്ക് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെ അല്ലേ ഇത്? ഇതൊരു ട്രയൽ റണ്ണാണ്. ഈ കേരളത്തിൽ BJP മുന്നോട്ട് വെക്കുന്ന ഒരു അടവ് നയത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തന പദ്ധതിയുടെ ട്രയൽ റണ്ണാണ് അവരിവിടെ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൂട്ടത്തോടെ 8 പേരാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 8 പേർ താമരയായി പോകുന്ന ഒരു കാഴ്ച, താമരയുമായി ചേർന്ന് CPMനെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ച, അതിനെ പിന്നെയും ന്യായീകരിച്ചുകൊണ്ട് അതിന് ഓരോ മുട്ടാപ്പോക്ക് നയങ്ങളും പറഞ്ഞു വരിക, അല്ലെങ്കിൽ ന്യായീകരണവും പറഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് എത്ര പ്രയാസകരമാണ്. ഇത് ഇനിയെങ്കിലും ഇവർ ഉൾക്കൊള്ളണ്ടേ? ഞാൻ പറയുന്നത് ഈ 8 പേരെ ഇവർ പുറത്താക്കിയില്ല, എന്തോ ആവട്ടെ. ഈ 8 പേരെ നിയന്ത്രിച്ച ഒരാളുണ്ടല്ലോ. ആരാ? DCC സെക്രട്ടറിയാ. എന്താ? TM ചന്ദ്രൻ എന്ന് പറയുന്ന ആളാ. ഈ TM ചന്ദ്രൻ ചെറിയൊരാളാണോ? BJPക്കാരൻ കുറുക്കന്റെ കൗശലത്തോടു കൂടി ഈ കോൺഗ്രസുകാരെ എല്ലാം വാങ്ങാൻ വേണ്ടി നിൽക്കുക. ഇങ്ങനെ കുറുക്കന്റെ കൗശലത്തിന് മുമ്പിൽ വീണു പോകുന്നവരായി നമ്മുടെ നാട്ടിലെ കോൺഗ്രസുമാരാണ്. രാഷ്ട്രീയമില്ലാത്തവരുടെ കൂട്ടമായി ഈ നാട്ടിലെ കോൺഗ്രസ് മാറുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അങ്ങനെയൊക്കെ ആവില്ല എന്നുള്ളതാണ്. അങ്ങനെ ആവാൻ സാധിക്കില്ല നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന് എന്നാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ചു, മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള KR ഔസഫ് സാറിനോട് ചോദിച്ചു, നിങ്ങൾ എന്തേ അങ്ങനെയാണെങ്കിൽ നേരത്തെ CPM ആയില്ല എന്ന്. കാരണം അദ്ദേഹത്തിന് അതാവാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനമൊക്കെ കേട്ടു. അദ്ദേഹത്തിനൊരു നിലപാടുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിച്ച നാടിനോട് അദ്ദേഹത്തിനൊരു ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിന് വികസന കാര്യങ്ങളിൽ ആ ഭരണസമിതിയോട് പല കാര്യങ്ങളിലും എന്തുണ്ട്, പിന്തുണ കൊടുക്കാനുള്ള താല്പര്യമുണ്ട്. അത് കരുതി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറൂ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറില്ല. അതാ അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ ഒരു ചോദ്യം അങ്ങോട്ട് പോയി, നിങ്ങൾ ഏത് അർത്ഥത്തിൽ അത് ചോദിച്ചത് എന്ന് എനിക്കറിയില്ല. ആ ചോദ്യം തന്നെ തെറ്റായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ട് നേരത്തെ പോകാഞ്ഞത് എന്നുള്ളത്. അങ്ങനെ പോകുന്ന ഒരാളല്ല അദ്ദേഹം എന്നുള്ളത് അതിൽ നിന്ന് വളരെ കൃത്യമായി അങ്ങ് പറഞ്ഞതുപോലെ 8 പേർ ഒന്നാകെ കളം മാറ്റി ചവിട്ടുക എന്നുള്ളത് അസ്വാഭാവികതയുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മറ്റത്തൂർ അത്തരത്തിൽ തന്നെ കാണേണ്ട ഒരു വിഷയവുമാണ്. മറ്റത്തൂരിൽ അവർക്കെതിരെ നടപടി എടുക്കുന്നു എന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. പക്ഷേ തിരിച്ച് ആരോപണമുണ്ട് നിങ്ങൾക്കെതിരെ. തിരുവനന്തപുരത്ത് മണ്ഡല പുനർനിർണയം തന്നെ BJPക്ക് സഹായകരമാക്കി ചില സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ്. അത് BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒരു മത്സരവും നേരിടാതെ അവർക്ക് ജയിച്ചു വരാൻ ഉതകുന്ന രീതിയിൽ വാർഡുകൾ ചെറുതാക്കി സ്വന്തം മുന്നണിയായ LDFും പ്രതിപക്ഷ മുന്നണിയായ UDF മത്സരിക്കുന്ന മേഖലയിൽ കടുത്ത മത്സരത്തെ അതിജീവിച്ച് ജയിക്കേണ്ട രീതിയിൽ ജംബോ വാർഡുകൾ സൃഷ്ടിച്ചു. ഇതൊക്കെയാണ് ആരോപണം. അതിൽ കണക്കുകളുണ്ട് കേട്ടോ. തിരുവനന്തപുരം നഗരസഭയിൽ BJP ജയിച്ച 10 വാർഡുകൾ എണ്ണി നോക്കിയാൽ, ഒന്ന് കുഴിവിള, അത് 4531 ആകെ വോട്ടർമാരുടെ എണ്ണമാണ്. ചെട്ടിവിളാകം 4585, ആറ്റിപ്ല 5075, ചന്തവെളിയിലും 5000,
ചെറുവയ്ക്കൽ 6100, ജഗതി 6000, ആക്കുളം 6000, കാര്യവട്ടം 6000, മേലാങ്കോട് 6000, വെള്ളാർ 6000. ഇനി BJP തോറ്റ വാർഡുകൾ നോക്കുകയാണെങ്കിൽ ഭീമാപ്പള്ളി അവിടെ നോക്കൂ 17,236 പേരാണ് ആകെയുള്ളത്. പൂന്തുറയിൽ 14,643, പോർട്ടിൽ 13,000, വള്ളക്കടവിൽ 12,000 ചില്ലാനം, വലിയതുറയിൽ 12,000, പേട്ടയിൽ 9,000, പുത്തൻപള്ളിയിൽ 9,744. അങ്ങനെ മുടവൻമുകളും കൊടപ്പനക്കുന്നും ആറന്നൂരും ഒക്കെ ഈ കണക്കുകളിൽ വരും. അപ്പോൾ ചില രീതിയിൽ അവിടെ സഹായിക്കുന്ന ഘടകങ്ങൾ BJPക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്നുള്ള മറിച്ചുള്ള ആരോപണം അവിടെ നിൽക്കുകയാണ്. പിന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് എവിടെയൊക്കെ അടിയറ വച്ചു നിങ്ങൾ എന്നുള്ളത് സ്ഥിരമായി കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ മറ്റത്തൂർ നിങ്ങൾക്കൊരു ആയുധമാകുമ്പോൾ മറ്റത്തൂർ മോഡലാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വരുന്നത് നിയമസഭ മുന്നിൽ കണ്ട് ഇതാണ് ഇവിടെ കോൺഗ്രസ് എന്ന് സമർത്ഥിക്കാനുള്ള നീക്കമല്ല. അത് എത്രത്തോളം വിജയിക്കും ശ്രീ വസീഫ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വിജയവും പരാജയവും ഇല്ല. കേരളത്തിലെ കോൺഗ്രസ് ആയി നിൽക്കണമേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്. കോൺഗ്രസിനെ രാഷ്ട്രീയവൽക്കരിക്കണം. കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ കുറച്ചുകൂടി രാഷ്ട്രീയം മനസ്സിലാക്കുകയും ഈ കാര്യഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങളെ സമീപിക്കുകയും ഒക്കെ വേണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് CPM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് നേരെ വരികയല്ല ഇവർ ചെയ്യേണ്ടത്. ഇവരുടെ സംഘടനാപരമായിട്ടുള്ള ഈ വിഷയങ്ങൾ ഇവരുടെ പ്രവർത്തകർക്ക്, ഇവരുടെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയമില്ലാത്തത് എന്തിനേറെ പറയുന്നു. ശശി തരൂര്, ദിഗ്വിജയ് സിംഗ് പോലെയുള്ള എത്രയെത്ര നേതാക്കന്മാർ ഇപ്പോ ഈ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ തന്നെ പ്രധാനപ്പെട്ട നേതാവിനെ ഇവരുടെ അണികളും ഇവരുടെ പ്രവർത്തകരും പറയുന്നത് എന്താ നമുക്കറിയാലോ. രാജ്യസഭയിലെ ഒരു അംഗസംഖ്യ കുറച്ചു കൊടുത്തിട്ട് ഇവിടെ വന്ന് കേരളത്തിൽ CPM-നെ തോൽപ്പിച്ച് ഒരു MP ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു പോയ ആള്. ഇതൊക്കെ നമുക്കറിയുന്നതല്ലേ. ഈ കേരളത്തിൽ ഉൾപ്പെടെ ഇവരെന്താ ചെയ്യുന്നത് എന്ന്. RSSന്റെ ശാഖക്ക് കാവൽ നിന്നവനാണ് ഞാൻ എന്ന് ഒരു മടിയുമില്ലാതെ ആവർത്തിച്ചു പറഞ്ഞ ആളായിരുന്നു ഇവിടുത്തെ KPCCയുടെ പ്രസിഡന്റ്. RSS നേതാക്കന്മാരുടെ പടങ്ങൾക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നവനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി RSSനെതിരെ മതനിരപേക്ഷവാദികൾ രാജ്യത്തെ ഈ വർഗീയവാദികൾക്കെതിരെ ഈ ഫാസിസ്റ്റ് പ്രവണതകളാൽ രാജ്യത്തെ ചൊൽപ്പടിക്ക് നിർത്തുന്ന സംഘപരിവാരത്തിനെതിരെ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബുൾഡോസർ രാജ. ആ ബുൾഡോസർ രാജ് തങ്ങൾ ഭരിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ പോലും കൊണ്ടുവന്നു ഭീകരമായി പാവപ്പെട്ടവനെ, ദളിതരെ, ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം വിഭാഗത്തെ എല്ലാം കുടിയൊഴിപ്പിക്കുന്നതിന് വലിയ രീതിയിൽ ബുൾഡോസറുകൾ ഇറക്കിവിട്ട് ആളുകളെ പെരുവയിലാക്കുമ്പോ ഈ ബുൾഡോസർ രാജ് രാജ്യവ്യാപകമായ ബുൾഡോസർ രാജിന് സമാനമായി വരിക. അങ്ങനെ RSSന്റെ ചെയ്തികളോട് ചേർന്ന് നിൽക്കുന്നവരായി നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് മാറുന്നു. ശരി, അങ്ങനെയെങ്കിൽ രാഷ്ട്രീയം ചോർന്നു പോകുന്നു. വസീഫ് അങ്ങനെയെങ്കിൽ ചില ഘട്ടങ്ങളിൽ RSSന്റെ വോട്ടും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു കാര്യം. ഇതിപ്പോഴല്ല, പാർട്ടി സെക്രട്ടറി ആയിരിക്കെ. ഇനി BJP എങ്ങനെയെങ്കിലും അധികാരത്തിൽ മാറ്റി നിർത്തുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ബദിയടുക്കയിൽ നടന്ന എന്താണ്? ബദിയടുക്കയിൽ പതിറ്റാണ്ടുകളായി UDF കുത്തകയാക്കി വെച്ചിരുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നടുക്കെടുപ്പിലൂടെ BJP പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJPയിലെ D ശങ്കരനാണ് വിജയിക്കുന്നത്. അതിന്റെ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ കക്ഷിനില പരിശോധിക്കുമ്പോൾ UDFന് 10 അംഗങ്ങളും BJPക്ക് 10 അംഗങ്ങളുമാണ്. LDFന് ഒരൊറ്റ അംഗമേ ഉള്ളൂ. നിർണായകമായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ ഇരു മുന്നണികളിലും തുല്യ വോട്ടുകളിലെത്തി. ഇതോടെ ഭാഗ്യ പരീക്ഷണം നടക്കുകയാണ്. അപ്പോൾ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനാണ്, BJPയെ മാറ്റി നിർത്തുക എന്നല്ല, വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനാണ് CPM തീരുമാനിച്ചതെന്നുള്ളതാണ്. തൃശൂർ പാർലത്തിലും ഈ തരത്തിലുള്ള ഉദാഹരണമുണ്ട്. അപ്പോൾ ജയിക്കുക എന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രു. എത്ര പറഞ്ഞാലും കോൺഗ്രസ് ആണ്. കോൺഗ്രസിനും ഏറ്റവും വലിയ ശത്രു CPM ആണ്. അതാണ് മറ്റത്തൂരിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവും. മറ്റത്തൂരിൽ 25 വർഷമായി അവിടെ LDF ഭരണമാണ്. അതിനെ എങ്ങനെയെങ്കിലും വീഴ്ത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നു എന്നതാണ് ഈ പറയുന്ന 8 പരമ്പര. ആ ന്യായം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി അതാണ് നിങ്ങളെയാണ് ശത്രുക്കളായി കണ്ടത്. വസീഫ്, ഇതാ ഞാനും പറയുന്നത്. നിങ്ങൾ ശ്രമിച്ച, ഞാൻ ഏതായാലും ആ തരത്തിലേക്ക് ഇനി പോകുന്നില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നതാണ്. നിങ്ങൾ കാണേണ്ടത് അവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞ കാസർഗോഡ് ഞങ്ങൾ BJPയുമായി ചേർന്ന് വോട്ട് ചെയ്തോ? അതല്ലേ നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് ഞങ്ങൾ എവിടെയെങ്കിലും BJPയുമായി ചേർന്ന് വോട്ട് ചെയ്ത് ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചോ? ഇല്ല. എന്നാൽ ഇവിടെ എന്താ, BJPയും കൈപ്പത്തിയും, അതായത് കൈപ്പത്തിയും താമരയും ഒരുമിച്ച് ചേർന്നാണ് CPM-നെ പരാജയപ്പെടുത്തുന്നത്. അവിടെയൊക്കെ ഒരു നറുക്കെടുപ്പിനുള്ള അവസരം ഉണ്ടാക്കുകയാണ്, അതിനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത്.
ഇവിടെ കുമരകത്ത് എന്താ സംഭവിച്ചത്? കോൺഗ്രസും BJPയും ചേർന്ന് ഒരുമിച്ച് വോട്ട് ചെയ്ത് ഞങ്ങളെ പരാജയപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? BJPയും കോൺഗ്രസും ചേരാൻ പറ്റുന്ന തരത്തിൽ അത്രയും അടുപ്പമുണ്ട്. അവർ തമ്മിൽ ഒരു ഭിന്നതയുമില്ല. അവർക്ക് ഏതു സമയത്തും ഒരുമിക്കാനുള്ള സാധ്യതയും സാഹചര്യവും അതിനു വേണ്ട ഒരു രാഷ്ട്രീയ പരിസരവും ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണോ കേരളത്തിലെ കോൺഗ്രസും? നമുക്കറിയാലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിൽ ഈ കേരളത്തിലെ BJPയുടെ നേതാവ്, ഇവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നമുക്കറിയില്ലേ, K. സുരേന്ദ്രൻ, 2 ഇടങ്ങളിലാണ് മത്സരിച്ചത്. ഹെലികോപ്റ്ററിലായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് കാസർഗോഡേക്ക് പോവുക, കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിലേക്ക് ഹെലികോപ്റ്ററിൽ വരും. അങ്ങനെ പറന്നിറങ്ങി മത്സരിച്ച് തോറ്റ സുരേന്ദ്രൻ ആ മത്സരത്തിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ പറഞ്ഞിരുന്നത് എന്താ? ഞങ്ങൾ 35 സീറ്റിൽ ജയിക്കും, ബാക്കി ഞങ്ങൾ വാങ്ങിയെടുക്കും, എന്നിട്ട് ഞങ്ങൾ ഭരിക്കും. അത് എന്തിന്റെ സൂചനയായിരുന്നു? ഞങ്ങൾ 35 ജയിച്ചാൽ ബാക്കിയുടെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ തരത്തിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ വാങ്ങിയെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റായി അല്ലെങ്കിൽ കമ്മോഡിറ്റിയായി ഇവിടെ ആരുണ്ട്? ഈ നാട്ടിലെ കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചത് ഇവിടെയുള്ള BJPയുടെ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ഈ നാട് ആ BJPയെ തോൽപ്പിച്ചു. BJP 8 നിലയിൽ തോൽപ്പിച്ചു. നേമത്ത് കോൺഗ്രസിന്റെ കൂടി സഹായത്തോടു കൂടി അവർ അക്കൗണ്ട് തുറന്നെങ്കിൽ ആ അക്കൗണ്ട് കൂടി കേരളത്തിൽ V. ശിവൻകുട്ടി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തനായ നേതാവ്, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, അവിടെ പൂട്ടിച്ചു. ഇടതുപക്ഷത്തിന്റെ കരുത്തോടു കൂടി അവിടെ BJPയുടെ അക്കൗണ്ട് കൂടി പൂട്ടിപ്പിച്ചു. അതാ കേരളം. BJPയെ പടിക്ക് പുറത്ത് നിർത്തുക എന്നുള്ളതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലേക്കാണ് പുതിയ നയങ്ങളും രീതികളുമായി ഈ മറ്റത്തൂർ മോഡലുമായി ഇവർ വരുന്നത്. അതിനെ ന്യായീകരിക്കരുത് സ്മൃതി, അതിനെ ന്യായീകരിക്കരുത്. മതനിരപേക്ഷതയാണ് ഈ നാടിന്റെ നന്മയാണ്, കേരളത്തിന്റെ മഹിമയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ സ്മൃതി ഉൾപ്പെടെയുള്ളവർ ഈ കൂട്ടുകെട്ടിനെ ആ രീതിയിൽ തുറന്നു കാണിക്കണം. അവരോട് നിങ്ങൾ തിരുത്താനുള്ള ഒരു മതനിരപേക്ഷ മുഖമുള്ള ഒരു ചാനൽ. അതുൽ കൃഷ്ണ, ഇപ്പോൾ മറ്റത്തൂരിൽ എങ്ങനെയെങ്കിലും CPM-നെ തോൽപ്പിക്കാൻ ഒരുമിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു വികാരമാണോ BJPക്കുള്ളത്? ഇതൊരു പ്രാദേശികമായ സാഹചര്യം എന്ന് മാത്രം വിലയിരുത്തുമ്പോൾ BJPയെ സംബന്ധിച്ചും അതങ്ങനെയാണോ? കഴിഞ്ഞ 25 വർഷമായിട്ട് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അത് ഓരോ 5 വർഷം കൂടുമ്പോഴും അവരുടെ സീറ്റ് നില വളരെ കുറഞ്ഞു വരികയാണ്. കാരണം 23 സീറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് 18 സീറ്റ് കിട്ടി ഭരിച്ച ആൾക്കാരാണ്. പിന്നെ അടുത്ത 5 വർഷം കഴിയുമ്പോൾ അത് 15 സീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത വർഷം കഴിയുമ്പോൾ 13 ആയി. ഇപ്പൊ അത് 10ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഭരണവിരുദ്ധമായി ശബ്ദം ഉയർത്തിയത് BJP മാത്രമാണ്. അതിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ ഇന്ന് BJPയിലെ മൊത്തം വോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ BJP 2ാം സ്ഥാനത്താണ്. അത് CPM ആയിട്ട് 3000 വോട്ടുകളുടെ മാത്രം വ്യത്യാസം ഇവിടെ ഉള്ളൂ. 3ാം സ്ഥാനത്താണ് ഇവിടെ 8 സീറ്റുകൾ കിട്ടിയ കോൺഗ്രസിന്റെ അവസ്ഥ. അതും 2500 വോട്ടുകൾ ഞങ്ങളെക്കാളും കുറവാണ് ഇവിടെ UDFന് ലഭിച്ചിട്ടുള്ളത്. ഇനി വേറൊരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ജയിച്ച 4 വാർഡുകളിലും ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ക്രോസ് വോട്ടിന്റെ കളിയാണ്. കാരണം ഞങ്ങൾക്ക് ഒരു വാർഡില് 50% മേലെ വോട്ടുകൾ ലഭിച്ചാൽ മാത്രമാണ്, പോൾ ചെയ്തതിന്റെ 50% മേലെ വോട്ടുകൾ ലഭിച്ചാൽ മാത്രമാണ് ഞങ്ങൾ ഒരു വാർഡിലും വിജയിക്കുള്ളൂ. അതാണ് മറ്റത്തൂരിന്റെ അവസ്ഥ. ഞങ്ങൾ ജയിച്ച 4 വാർഡുകളിലും പോൾ ചെയ്തതിന്റെ 50-ൽ കൂടുതൽ ശതമാനം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ കാരണം ഇവിടെ 3ാം സ്ഥാനത്താണ് ഇവിടെ UDF ഉള്ളത്. അപ്പോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഈ വോട്ടുകൾ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 4 സീറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ 2ാം സ്ഥാനത്തുണ്ട്. ഇനി ഇപ്പോ KR ഔസേപ്പ് പറയണ്ടായിരുന്നു ഇവരെ വീട്ടില് ചർച്ചയ്ക്ക് പോയെന്നും ഞങ്ങൾ തമ്മിൽ ധാരണ എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കണക്ക് ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ 8 സീറ്റുകളുള്ള കോൺഗ്രസിന് ഒരു വിമതിയായി മത്സരിച്ച ഒരാള് അവരുടെ കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഔസേപ്പ് പച്ചക്കള്ളം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ BJP ആയിട്ട് ഒരു ധാരണ ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ 9+4 ഉണ്ടെങ്കിൽ പിന്നെ ഈ ഔസേപ്പിന്റെ അടുത്ത് ഈ പോകേണ്ട ആവശ്യം എന്താണ്? ഇപ്പോ ഔസേപ്പിനെ പർച്ചേസ് ചെയ്ത കഥ ഫ്ലാഷ് ആയിപ്പോ ഇന്ന് അടിച്ചിറക്കിയ ഒരു കഥയാണ് ഔസേപ്പ് ഇന്ന് പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ. അതിനൊരു മറുപടി പറയൂ ശ്രീ ഔസേപ്പ്, അതിനൊരു മറുപടി പറയൂ.
നേരത്തെ BJP-യുമായി ധാരണയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങയുടെ പിന്തുണ? കോൺഗ്രസിന്റെ നേതാക്കള് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഈ കണക്ക് ഇവർ 4 പേര് വോട്ട് ചെയ്യോ 3 പേര് വോട്ട് ചെയ്യോ എന്നൊന്നും അവിടെ അവർ പ്രതിപാദിച്ചില്ല. നമ്മൾ ഭരിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 4 പേരോ 3 പേരോ 2 പേരോ അത് ഇവർ തമ്മിലുള്ള ഡീലാണ്. അത് നമ്മൾക്ക് അറിയാൻ കഴിയില്ല. വീട്ടിൽ ഞാനൊരു സ്വതന്ത്രനായതുകൊണ്ടാണ് ഇവരെൻ്റെ വീട്ടിലേക്ക് എൻ്റെ സഹായം അഭ്യർത്ഥിച്ച് വന്നത്. ആ അഭ്യർത്ഥിച്ച് വന്ന സമയത്താണ് ഞാൻ ഇവർ പറഞ്ഞ ഒരാളാണെങ്കിൽ പോലും ഒരു വർഗീയ കക്ഷിയുമായിട്ടുള്ള ഒരു കൂട്ടിനും ഞാൻ തയ്യാറല്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടത്. ഞാൻ അന്നൊന്ന് മൂളിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ ഈ സഹായത്തോടു കൂടി ഞാനും പ്രസിഡന്റ് ആകാമായിരുന്നു. പക്ഷെ എനിക്ക് അതിന് എൻ്റെ നിലപാട്, ആ നിലപാടിൽ ഉറച്ച് ഞാൻ ഇന്ന് നിൽക്കണേ. 10 കൊല്ലം ഞാൻ പ്രതിപക്ഷത്തിരുന്നതാ. ഇനി 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കാനും എനിക്കൊരു മടിയില്ല. എത്ര കാലം ഞാൻ ഈ രംഗത്തുണ്ടെങ്കിലും ഈ വർഗീയ കക്ഷികളുമായിട്ടൊരു കൂട്ടുകൂടിയിട്ടുള്ള ഒരു ഭരണം എനിക്ക് വേണ്ട. ഇത് BJP-യിലേക്ക് കൈപിടിച്ച് കോൺഗ്രസ്സുകാരെ പങ്കെടുത്ത യോഗത്തെ കുറിച്ച് നേരത്തെ അബിൻ ചോദിക്കുകയുണ്ടായി. അബിൻ അങ്ങയോട് ചോദിക്കാനുണ്ട്. അബിൻ ചോദിക്കാം. അല്ല, അങ്ങനെയാണെങ്കിൽ 23-ാം തീയതി താങ്കൾ അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ 26-ാം തീയതി എന്തിനാണ് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ താങ്കൾ പങ്കെടുക്കുന്നത്? 11-ാം വാർഡ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ഞാനിപ്പോൾ സ്മൃതിക്ക് അയച്ചിട്ടുണ്ട്. അതിനകത്ത് 7ാമതായിട്ട് ഒപ്പിട്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് ശ്രീ KR ഔസേപ്പ് എന്നാണ്. അപ്പൊ അദ്ദേഹം എന്തിനാണ് ഈ അന്നേ ഒരു തീരുമാനം എടുത്തു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് 23 കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 26-ാം തീയതിയിലത്തെ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? അപ്പൊ അതിനകത്തൊരു നിരർത്ഥകമായ വാദഗതിയാണ് ശ്രീ KR ഔസേപ്പ് പറയുന്നത്. 50% മാത്രം താങ്കൾക്ക് വിജയ സാധ്യത ഉണ്ട്. അല്ല സ്മൃതി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല അദ്ദേഹം പറഞ്ഞ ശേഷം വരാം. യോഗത്തിൽ പങ്കെടുത്തതിന്റെ കാര്യം പറയാം. ആദ്യം ഔസേപ്പ് എന്ന് മറുപടി പറഞ്ഞ ശേഷം അതിന് മറുപടി പറയാം. ഇത് ഞാൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കൊരേച്ചാലിലോ മറ്റത്തൂർ കുന്നിലോ ഒന്നല്ല പോയത്. എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ച ജനങ്ങളുള്ള ആ വാർഡിലാണ് ഞാൻ സന്ദർശനം നടത്തിയത്. ഞാൻ അതുവഴി പോകുമ്പോൾ അവിടെ 10 ആൾ കൂടിയിരിക്കുന്നു കണ്ടു. ഞാൻ അവിടെ കയറി എന്താ പരിപാടി, ഒരു അടുപ്പിൽ തീ പോകുന്നില്ല. ഞാൻ ഇവരെന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. CPI-കാർ സഹായിച്ചിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ സഹായിച്ചിട്ടുണ്ട്, എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. വാർഡ് കമ്മിറ്റിയിൽ ബോർഡൊന്നും ഫ്രണ്ടിൽ വെച്ചിട്ടില്ല. വീടിന്റെ ഫ്രണ്ടിൽ ബോർഡൊന്നും വെച്ചിട്ടില്ല. കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയിൽ പ്രവർത്തകർ കേട്ടില്ല. അതിന്റെ മിനിറ്റ്സിൽ ഒപ്പിട്ടിരുന്നപ്പോൾ താങ്കൾ വായിച്ചു നോക്കിയില്ലായിരുന്നോ 11ാം വാർഡ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്ക് എന്ന്? മിനിറ്റ്സ് ബുക്കിൽ കോൺഗ്രസിന്റെ ആയാലും CPM-ന്റെ ആയാലും ഇപ്പൊ അതിന്റെ പിറ്റേ ദിവസം അവിടെ കുടിവെള്ളത്തിന്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് 28-ാം തീയതി ഞായറാഴ്ച. അന്ന് ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മീറ്റിംഗുകളിലൊക്കെ പങ്കെടുക്കുന്നത് 11ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ താങ്കൾ പങ്കെടുത്തിരുന്നോ ഇല്ലയോ? ഞാൻ അതുവഴി പോയപ്പോ അവിടെ ഒരു 10 ആളെ കണ്ടു. കോൺഗ്രസ് കൂട്ടായ്മയാണെന്ന് 10, 25, 50 ആള് വേണ്ട. ആകെ 10 ആളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ വാർഡിൽ ഞാൻ കയറിയിരുന്നു. എന്താണെന്ന് അറിയാം, അവര് ഇലക്ഷൻ വിലയിരുത്തലായിരുന്നു. വാർഡ് കമ്മിറ്റിയിൽ എങ്ങനെ 25 പേര് വരും? വാർഡ് കമ്മിറ്റി 10 പേരല്ലേ കമ്മിറ്റിക്കാരല്ലേ കാണുള്ളൂ, പിന്നെ എങ്ങനെ കൂട്ടായ്മ കാണുന്നത്? വാർഡ് കമ്മിറ്റി അല്ല ഉദ്ദേശിക്കുന്ന അവര്. വാർഡ് കമ്മിറ്റി അല്ല, കോൺഗ്രസിന്റെ കമ്മിറ്റി അതല്ലേ, അല്ലാണ്ട് വാർഡ് കമ്മിറ്റിയാണോ? ഞാൻ അവിടെ കോൺഗ്രസിന്റെ കമ്മിറ്റി എന്ന് എഴുതിയ മിനിറ്റ്സ് ബുക്കിലല്ലേ താങ്കൾ 7ാമതായി പേരൊപ്പിട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ താങ്കൾ ആ മിനിറ്റ്സ് ബുക്കിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി എന്ന് കണ്ടാൽ താങ്കൾ ഒപ്പിടാതിരിക്കില്ലേ? താങ്കൾ ഇത്ര വലിയ വർഗീയ ശക്തിയുമായി കൂട്ടുകൂടുന്ന കോൺഗ്രസ് ആണെങ്കിൽ ഒപ്പിടാതിരിക്കില്ലേ? താങ്കൾ എന്തിനാണ് കോൺഗ്രസിന്റെ 11ാം വാർഡ് കമ്മിറ്റി യോഗം കൂടുന്ന സ്ഥലത്ത് അതിൽ 7ാമതായി താങ്കൾ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിട്ട് പേരെഴുതിയത് എന്തിനാണ്? സ്മൃതി ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നിങ്ങൾ അതിന്റെ 8ാമത്തെ ആളുടെ പേരൊന്ന് വായിച്ചാൻ. അല്ല, എട്ടാമത് ഒപ്പിട്ട ആളുടെ പേരൊന്ന് വായിച്ചാൻ. ആരുടെ പേരാണെങ്കിലും അറിയാനാണ്. ആ അല്ല, ഇത് എന്റെ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഞാൻ ആ ബുക്ക് 7 ഔസേപ്പ്, 8 ഐഷു, 9 PP വർഗീസ് KT, ഇവരൊക്കെ KV തോമസ്, PC ഷാജു, ഇവരൊക്കെ കോൺഗ്രസ്സുകാരാണോ?
ഇത് അവിടെ ആ വാർഡില് അവർ കൂടിയ യോഗത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 13 പേർ പങ്കെടുത്ത വിലയിരുത്തലും അവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അവർ അങ്ങയുടെ പോയിന്റ് എന്താണ്? അത് അവരൊക്കെ കോൺഗ്രസ്സുകാരാണെന്നേ. അങ്ങയുടെ പോയിന്റ് എന്താണ്? എനിക്ക് മനസ്സിലായില്ല. അവരൊക്കെ പങ്കെടുത്തു പറഞ്ഞാൽ അതെ അതേന്ന് അല്ല സ്മൃതി, ഈ വാർഡ് കമ്മിറ്റി പങ്കെടുത്തപ്പോ എന്താ പ്രശ്നം? ഞാൻ അല്ല, കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസിനോട് വിയോജിപ്പുള്ള ഒരാൾ ഈ ചർച്ച എങ്ങോട്ടാ കൊണ്ടുപോണേ? വാർഡ് കമ്മിറ്റി പങ്കെടുത്ത ഒരു പ്രശ്നമുണ്ട്. 23-ാം തീയതി തന്നെ കോൺഗ്രസുമായി ചേരണ്ട എന്ന് തീരുമാനിച്ച വ്യക്തി 26-ാം തീയതിയിലെ വാർഡ് കമ്മിറ്റിയിൽ പങ്കെടുത്താൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. 23-ാം തീയതി തന്നെ 23-ാം തീയതി തീരുമാനമെടുത്തു എന്നാണ് വ്യക്തി 26-ാം തീയതി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത പ്രശ്നമുണ്ട്. 23-ാം തീയതി അങ്ങേക്ക് ഒരു ക്ലാരിറ്റി കിട്ടുകയാണ് അല്ലെ? അവിടെ ഒരു BJP കോൺഗ്രസ് സഖ്യം വരികയാണ്, ഞാൻ അതിന്റെ കൂടെ ഇല്ല എന്നൊരു ക്ലാരിറ്റി അങ്ങേക്ക് കിട്ടുകയാണ്. പിന്നെ എന്തിനാണ് അങ്ങ് 26-ാം തീയതി യോഗത്തിൽ പോയി പങ്കെടുക്കുന്നത്? വാർഡല്ലല്ലോ കോൺഗ്രസിനെ തീരുമാനിക്കുന്നത്. പറയാൻ മാത്രം കേൾക്കാനാണോ എന്നെ വിളിച്ചിരുത്തി? അല്ലല്ല, അങ്ങ് പറയൂ, അങ്ങയുടെ സമയമാണ്, അങ്ങ് പറയൂ. 26-ാം തീയതി മീറ്റിംഗില് പറഞ്ഞോളൂ. 26-ാം തീയതി മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അത് സത്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു 10 പേരുണ്ടാവുള്ളൂ, ഇപ്പൊ പറയുന്നു 14 പേരുണ്ട്. കാരണം പറയൂ, അങ്ങ് പങ്കെടുത്തതിന്റെ കാരണം കേൾക്കണ്ടോ? മീറ്റിംഗിൽ പങ്കെടുത്തു എന്നുള്ള സത്യം തന്നെ. എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത അപ്പൊ ഒന്ന് സഹോദരി ഒന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ഈ മീറ്റിംഗിലുണ്ട്. ഈ മീറ്റിംഗില് അവരും പങ്കെടുത്തിട്ടുണ്ട്. അവരൊന്ന് കാണുക, അവരൊന്ന് കേൾക്കുക എന്നുള്ള പറയുന്നത് ഒരു വല്ല ഇത് പാകിസ്ഥാനൊന്നല്ലല്ലോ. നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ ഒരു കൂടി ചേർന്നപ്പോ ഞാൻ അവിടെ കയറി ചെന്നത് ശരിയാണ്. ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തത് ശരിയാണ്. അപ്പൊ അവര് വിലയിരുത്തിയത് എന്താന്ന് പറഞ്ഞാൽ ഈ വിഷയം തന്നെയാണ് അവർ വിലയിരുത്തിയിട്ടുള്ളത്. വർഗീയ കക്ഷിയുമായിട്ട് ഒരു കൂട്ടും കൂടണ്ട, വാർഡിന് ഗുണം കിട്ടുന്ന ഏത് നടപടിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പൊക്കോ എന്നാണ് ആ വാർഡിൽ അവർ തീരുമാനം എടുത്ത് എനിക്ക് തന്നുള്ള നിർദ്ദേശം. നിങ്ങളോട് എന്താ പറഞ്ഞേക്കടാ, അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. ശരി, അതുൽ എന്തോ പറയാനുണ്ട്, അതുൽ പറഞ്ഞോളൂ. അതിനുശേഷം വസീഫിലേക്ക് പോകണം. വളരെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മെമ്പറാണ് KR ഔസേപ്പ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളാണ് ഇങ്ങനെ ഒരു മെമ്പറായിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടി കഴിഞ്ഞാൽ 23-ാം തീയതി കിട്ടിയിട്ട് ഇന്നത്തെ ദിവസം വരെ ഇത് എന്തുകൊണ്ട് ഔസേപ്പ് പുറത്തുവിട്ടില്ല? ഒപ്പം പ്രവർത്തിച്ച ആളുകളുടെ അടുത്ത് എന്നാണ് ഔസേപ്പ് ഈ കാര്യം വ്യക്തമാക്കിയത്? 23-ാം തീയതി രാത്രി ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ് ക്ലബിലോ എങ്ങനെയെങ്കിലും ഈ ഔസേപ്പിന് ഇത് ഒപ്പം നിന്നവരുടെ അടുത്തെങ്കിലും ഈ കാര്യങ്ങൾ പറയായിരുന്നല്ലോ. അപ്പോ ഇത് കൂടിയാലോചിച്ചിട്ട് കുറച്ച് വൈകി കിട്ടിയ സ്ക്രിപ്റ്റ് ആണ് ഇന്ന് ഔസേപ്പ് പുറത്തുവിട്ടത്. അല്ലെങ്കിൽ 23-ാം തീയതി കഴിഞ്ഞിട്ട് ഇത്ര ദിവസം ഉണ്ടായിട്ട് ഈ കഥ എന്തുകൊണ്ട് പുറത്തു വന്നില്ല? ഔസേപ്പിന്റെ എത്ര പേരോട് ഒപ്പം വോട്ട് ചെയ്ത വാർഡിലെ ആളുകളുടെ അടുത്ത് പോലും എന്തുകൊണ്ട് ഔസേപ്പ് മിണ്ടിയില്ല? കാരണം ഇത് ഈ CPM ആയിട്ട് കൂട്ടുകൂടിയിട്ട് ഒരു കഥ ഉണ്ടാക്കാനായിട്ട് ലേറ്റ് ആയി. അതുകൊണ്ടാണ് ഇന്ന് പുറത്ത് വന്നത്. കഥയാണ്, സ്ക്രിപ്റ്റ് ആണിത്. ശരി, ഞാൻ വസീഫിലേക്കും അബിനിലേക്കും വരാം. വസീഫ് നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് അവന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഇടവേളയ്ക്ക് ശേഷം എത്താം. അബിൻ വർക്കി, അങ്ങേക്ക് വസീഫിന് മറുപടി നൽകാം. അതിനുശേഷം വസീഫിന്റെ അവസരം. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ശ്രീ KR ഔസേപ്പ് പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താം. കാരണം അദ്ദേഹം പറയുന്നത് 23-ാം തീയതി തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. കാരണം കോൺഗ്രസിന്റെ നേതാക്കന്മാർ വന്ന് BJPയുമായി സംഘം ചേരണമെന്ന് പറഞ്ഞു. അതിന്റെ നിലപാടിന്റെ കരുത്തുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് അത് തീരുമാനമെടുത്തതെന്നൊക്കെ പറഞ്ഞ് 23-ാം തീയതി തന്നെ കോൺഗ്രസുമായി കോലൊടിച്ചതാണെന്ന് പറഞ്ഞ് 26-ാം തീയതി കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ആളാണെന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ആ വാദഗതി തന്നെ പൊള്ളയാണ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ 26-ാം തീയതി CPMന്റെ MLA അവിടുത്തെ പുതുക്കാട് MLA ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് ശ്രീ ഔസേഫിനെ കൊണ്ടുപോയത് എന്നും പിന്നീട് എങ്ങനെയാണ് അതൊരു ഡീലായി മാറിയത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം 50% മാത്രം സാധ്യതയാണ് കോൺഗ്രസുമായി ചേർന്ന് നിന്നാൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടാവുക. CPMന്റെ കൂടെ പോയാൽ 5 കൊല്ലം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ റിട്ടാലിയേഷനിൽ അവിടുത്തെ കോൺഗ്രസുകാർ ചിലത് ചെയ്തു. എന്നാലും അത് തെറ്റാണ്. അത് പക്ഷേ പറഞ്ഞ് പരിഹരിച്ച സംഘടനാ വിഷയങ്ങളുമാണ്. അത് പറഞ്ഞ് പരിഹരിച്ച് മറ്റത്തൂർ വിഷയം പ്രാദേശികമായ വിഷയമാണ്, അത് പരിഹരിക്കപ്പെടും. പക്ഷേ വസീഫയുടെ മറ്റത്തൂർ പറയുന്നതിനൊപ്പം കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒന്ന്, അദ്ദേഹം ത്രിപുരയിലെ കണക്കാണ് പറയാനുണ്ടായി. എന്താണ് വസീഫ്, താങ്കൾ ഈ ബംഗാളിലെ കണക്ക് മറന്നുപോയോ? 10-35 കൊല്ലം ഭരിച്ചതാണല്ലോ. ബംഗാളിലെ കണക്ക് എന്തേ താങ്കൾ ഓർക്കാതിരുന്നേ? 2011 CPMന് ഉണ്ടായിരുന്നത് 30% വോട്ട്, BJPക്ക് ഉണ്ടായിരുന്നത് 4% വോട്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഉണ്ടായ വോട്ട് 20%, BJPക്ക് ഉണ്ടായത് 11%.
2021 CPM-നുള്ള വോട്ട് 4.7%, BJP-ക്കുള്ള വോട്ട് 39%. അപ്പൊ CPM വോട്ടൊക്കെ കുത്തിയൊഴുകി BJP-യിലോട്ട് എങ്ങനെയാണ് പോയത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ ആ ചിത്രത്തിൽ നിന്ന്? അത് മാത്രമല്ല, അതല്ലാതെ പെരുമ്പാവൂരിൽ പൊറോട്ട അടിക്കാമെന്ന സഹാക്കന്മാരൊക്കെ വോട്ട് തന്നെ അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ വോട്ടുകളൊക്കെ പോയി എന്നുള്ളത് വ്യക്തമല്ലേ? ഇപ്പൊ ത്രിപുരയിലാണെങ്കിൽ തന്നെ ത്രിപുരയിൽ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, ആനുപാതികമായി നിങ്ങളുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യം SDF എന്നൊരു മുന്നണി ഉണ്ടാക്കിയത്. പിന്നെ അദ്ദേഹം ഏതോ രാജ്യസഭ MP അല്ലെങ്കിൽ ശ്രീ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് പറയണ കേട്ടു. ശ്രീ വസീഫ്, എന്തെങ്കിലുമൊക്കെ മാന്യത CPM-ന്റെ ദേശീയ നേതൃത്വത്തിനുണ്ടെങ്കിൽ ആ വാദഗതി പറയരുത്. കാരണം കയ്യിലിരുന്ന സിക്കാർ മണ്ഡലം എന്ന് പറഞ്ഞാൽ കാലങ്ങളായി കോൺഗ്രസിന് 40% വോട്ടുള്ള, CPM-ന് വെറും 3.5% വോട്ടുള്ള സിക്കാർ എന്ന പാർലമെന്റ് മണ്ഡലം രാജസ്ഥാനിൽ അമ്ര റാം എന്ന് പറയുന്ന CPM-ന്റെ സെക്രട്ടറിക്ക് മത്സരിക്കാൻ കൊടുത്ത് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഇടാതെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത രാജസ്ഥാനിലെ പ്രസ്ഥാനത്തോട് ഈ പറയുന്ന വർത്തമാനം എന്ന് പറഞ്ഞാൽ അത് മാന്യത കേടാണ് എന്ന് കേരളത്തിലെ CPM മനസ്സിലാക്കണം. കാരണം ഇന്നും വസീഫ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, വസീഫ് അടക്കം മത്സരിച്ചപ്പോ അരിവാൾ ചുറ്റിക നക്ഷത്രം കിട്ടിയെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ചെയ്ത ത്യാഗത്തിന്റെ അനുഭവമാണ്. സിക്കാർ മണ്ഡലം അങ്ങ് തന്നതുകൊണ്ടാണ് അത് ഉണ്ടായത് എന്ന് ഓർക്കുക. പിന്നെ ഒരു കാര്യോടെ ശ്രീ സ്മൃതി, എനിക്കൊരു അവസരം കുറവാണ്, വസീഫിന് മറുപടി കൊടുക്കട്ടെ. കാരണം വസീഫ് പറയുന്ന രാജസ്ഥാൻ തന്നെ ഒരു കാര്യോടെ പറയാം. ശ്രീ വസീഫ്, അവിടെ ബൽവാൻ പൂനിയ എന്ന് പറയുന്ന ഒരു CPM-ന്റെ MLA ഉണ്ടായിരുന്നു. ബൽവാൻ പൂനിയെ 2 കൊല്ലത്തായിട്ട് CPM പുറത്താക്കി. എന്തിനാണെന്നറിയാവോ? BJP-ക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ബൽവാൻ പൂനിയെ പുറത്താക്കിയ പാർട്ടിയുടെ പേരാണ് CPM. ബൽവാൻ പൂനിയെ പറഞ്ഞു ഞാൻ CPM-മായി ഇനി ചേരുന്നില്ല എന്ന് പറഞ്ഞപ്പോ 2 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ CPM തിരിച്ചെടുക്കുകയും ഉണ്ടായി. അപ്പൊ ആ CPM ആണ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ ചരിത്രത്തിലായിട്ടൊന്നും പോകുന്നില്ല, വർത്തമാനം മാത്രം പറയാം. ശ്രീ വസീഫ്, CPM BJP-ക്ക് വേണ്ടി ലേബർ കോഡ് ത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ശരി, കേരളത്തിലെ സാഹചര്യം എങ്ങനെയാകുമെന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. വസീഫ്, മറുപടി നൽകാം. ഇവിടെ അബിൻ കുറെ അർദ്ധസത്യങ്ങൾ കൊണ്ടുവരിക. ഞാൻ വളരെ കൃത്യമായി അബിനോടും കോൺഗ്രസിനോടും പറഞ്ഞ കണക്കെന്താ? ത്രിപുരയിൽ നമ്മൾ കണ്ടത് ഈ കേരളത്തിൽ കാണരുത് എന്നുള്ള നിലക്കാണ്. നിങ്ങളുടെ കോൺഗ്രസ്, നിങ്ങളൊക്കെ നയിക്കുന്ന കോൺഗ്രസ് ആയി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് കേരളത്തിലെ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു തരാൻ പറ്റും. നിങ്ങളുടെ നേതാവിന്റെ മകൻ AK ആന്റണിയുടെ മകൻ, അത് AK ആന്റണിയുടെ മകൻ ആയതുകൊണ്ടല്ല, അദ്ദേഹം നിങ്ങളുടെ ദേശീയ നേതാവായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ BJP ആയി മാറുക. ശ്രീമതി പത്മജ വേണുഗോപാൽ കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രമല്ല, ഒരു മുൻ മുഖ്യമന്ത്രിമാരുടെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളായതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ പാനലിൽ നിരവധി തവണ മത്സരിച്ച് ജയിച്ച ആളുകളാണ് ഒരു മടിയുമില്ലാതെ BJP ആയി മാറുന്നത്. അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ഈ കോൺഗ്രസ് പോകുന്നത് എന്ത് എന്ന് നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തിയാൽ നല്ലതാ. നിങ്ങൾ പറഞ്ഞ ഈ പറയുന്ന കണക്കുകളൊക്കെ ഉണ്ടല്ലോ, രാജ്യവ്യാപകമായി CPM-നെ കൂട്ടേണ്ട ഗതികേടിലേക്ക് നിങ്ങളാ എത്തിയത്. ആ ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയതാ. ഉപ്പ് വെച്ച കലം പോലെ കോൺഗ്രസ് ആയി. രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടാ, ശരിയായ രീതിയിൽ രാജ്യത്ത് രാഷ്ട്രീയം പറയാത്തത് കൊണ്ടാ. അതാ നിങ്ങൾക്ക് പറ്റിയ പറ്റും. പിന്നെ ഇവിടെ പറയാം നമുക്ക്, ഇവിടെ ഞങ്ങളല്ലേ BJP-യെ പന്തളത്ത് തോൽപ്പിച്ചത്? പന്തളത്ത് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുനിസിപ്പാലിറ്റിയെ ഞങ്ങളാണ് പരാജയപ്പെടുത്തിയത്. കുളനട വർഷങ്ങളായി BJP ജയിച്ചുകൊണ്ടിരുന്ന സ്ഥല, ഞങ്ങളാ മത്സരിച്ച് ജയിച്ചത്. എന്നാൽ കുമരകത്ത് കണ്ട കാഴ്ച എന്താ? ഞങ്ങളെ അകറ്റി നിർത്താൻ, CPM-നെ പരാജയപ്പെടുത്താൻ കുമരകത്ത് ഈ പറയുന്ന തൃശ്ശൂരിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾ കൂടിച്ചേർന്നു. ഈ കൈപ്പത്തിയും കോൺഗ്രസുകാരുടെ കൈപ്പത്തി ആരുമായി ചേരുക? ഈ പറയുന്ന BJP-യുമായിട്ട് ചേരുക. ഒരു നാണവുമില്ലാതെ ഈ നാട്ടിലെ കോൺഗ്രസുകാര് BJP-യുമായിട്ട് ചേർന്ന് കൂട്ടത്തോടെ ചേർന്നിട്ട്, അതാണ് 1-2 പേരല്ല, 8 പേര് ഒന്നിച്ചു പോവുക. എന്നിട്ടും തൊലിക്കട്ടി സമ്മതിക്കണം ഈ കോൺഗ്രസുകാരുടെ. ഒരു നാണവുമില്ലാതെ ന്യായീകരണവുമായിട്ട് ഇറങ്ങുക. പല കാരണങ്ങളും കൊണ്ടുവന്ന് കനകൊലുവും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൊണ്ട് കൊടുക്കുന്ന ക്യാപ്സൂളുകളുമായി വന്ന് ചാനലുകളിൽ ഇരുന്ന് അങ്ങ് ന്യായീകരിക്കുക. പിന്നെ ഈ പാവം ഔസഫ് സാറിനെ പിടിച്ച് പേടിപ്പിക്കുന്നത് കേട്ടു. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ ഈ കോൺഗ്രസ്? വാർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന കമ്മിറ്റിയാണോ? നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്താ? അദ്ദേഹത്തിന്റെ പേര് സജീവ് കുമാർ. അദ്ദേഹം മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലാ 11-ാം വാർഡിൽ. ഞാൻ മനസ്സിലാക്കിയത് അല്ലെ? ഔസഫ് സാർ പറയട്ടെ, 11-ാം വാർഡിലല്ലേ ഔസഫ് സാർ മത്സരിച്ചത്? ആരോടാ മത്സരിച്ചത്?
കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സജീവ് കുമാറിനെയാണ് കുട ചിഹ്നത്തിൽ മത്സരിച്ച് ഔസേബ് സാർ തോൽപ്പിച്ചത്. അങ്ങനെ തോൽപ്പിച്ചതാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് വന്ന ഈ ഔസേബ് സാറിന്റെ കൂടെയാണ് ആ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകര്. അതൊക്കെയല്ല അവിടുത്തെ പ്രശ്നം. ആ ഔസേബ് സാറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു വന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ചോദിച്ച ചോദ്യമാണ് ഏത്? BJP ആയിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നു. ഇവിടെ അതുൽ കൃഷ്ണയുടെയും അതുപോലെ തന്നെ അബിൻ വർക്കിയുടെയും ഒക്കെ വാദങ്ങളുടെ ഒരു ചേർച്ച കണ്ടില്ലേ നിങ്ങൾ? ഇവരാലോചിച്ച് വന്നതാ. കഴിഞ്ഞ ദിവസം BJPയുടെ നേതാവ്, പ്രാദേശിക നേതാവല്ല, ആരാ, ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞത് എന്താ? ഞങ്ങള് കോൺഗ്രസ്സുകാരന് വോട്ട് ചെയ്യില്ല എന്നുള്ളതാ. ഇവര് കോൺഗ്രസ് ആണോ? അല്ലേ പറയണ്ടേ ഇവര്? അവിടെ ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആയത് കോൺഗ്രസ് അല്ലേ? BJP വോട്ട് ചെയ്തിട്ടല്ലേ കോൺഗ്രസ് ആയത്? ദിവസം എത്രയായി? ആർജവമുണ്ടെങ്കിൽ രാജി വെപ്പിക്കണ്ടേ? വാർഡ് കമ്മിറ്റിയിൽ പങ്കെടുത്തു വരിക. ഈ അബിൻ വർക്കി ക്യാപ്സ്യൂളുമായിട്ട് വരിക. വാർഡ് കമ്മിറ്റിയാണോ പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിക്കുന്നത്? അബിൻ വർക്കി, ഇനിയിപ്പോൾ മറ്റത്തൂരിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. രാജിവെപ്പിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മറ്റത്തൂരിലെ പ്രാദേശിക വിഷയം അത് അവിടുത്തെ സംഘടനാ വിഷയം കൂടിയാണ്. അത് KPCC നേതൃത്വം അടക്കം അവിടെ ഇടപെട്ടിട്ടുണ്ട്. ആ വിഷയം പരിഹരിക്കപ്പെടും. അതൊരു പ്രാദേശിക വിഷയമാണ്. അത് പരിഹരിക്കാൻ ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം കുമരകം ഒന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ഈ കേൾക്കുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കണ്ടല്ലോ. കുമരകത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എന്ന് പറഞ്ഞാൽ CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. ആ ഗോപി CPMന്റെ ഗ്രൂപ്പ് വഴക്ക് കാരണം, ശ്രീ വാസവനും അനിൽകുമാറും കാരണമുള്ള ഗ്രൂപ്പ് വഴക്ക് കാരണം CPM വിട്ട് പുറത്തു വന്ന വ്യക്തിയാണ് ഈ ഗോപി. ഈ ഗോപി അവിടെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു. ആ ഗോപിയെ കോൺഗ്രസ് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. BJPക്കാരൻ അവർക്ക് കൊടുത്ത വിപ്പ് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടായെന്ന്, ആ വിപ്പ് ലംഘിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി നേതൃത്വം കൊടുത്ത വിപ്പ് ലംഘിച്ചുകൊണ്ട് BJPക്കാരൻ ഗോപിക്ക്, പഴയ CPMന്റെ ലോക്കൽ സെക്രട്ടറിക്ക് വോട്ട് ചെയ്തു. അതാണ് കുമരകത്തുണ്ടായത്. പിന്നെ അദ്ദേഹം ഇവിടെ പറയുന്നത് കേട്ടു വാർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി പോലെയാണ്. CPMൽ അംഗമല്ലാത്ത ഒരാൾ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ വന്ന് പങ്കെടുക്കൂ. അതുപോലെ തന്നെയാണ് കോൺഗ്രസുമായി ധാരണയിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീ ഔസേപ്പ് അടക്കമുള്ള ആളുകൾ തോൽപ്പിച്ച ആളെ നിങ്ങൾ എങ്ങനെ കമ്മിറ്റിക്കുള്ള നിലവാരം? എന്റെ പൊന്ന് വസീം, അദ്ദേഹം ഞാൻ പറയുന്നത് കേക്ക്, നിങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച 11ാം വാർഡിൽ മത്സരിച്ച സജീവ് കുമാർ എന്ന് പറയുന്ന കക്ഷിയെ തെരഞ്ഞെടുപ്പിൽ മലർത്തിയടിച്ചിട്ട് വന്നിരിക്കുന്ന ആളാണ്. വന്നിരിക്കുന്ന വാർഡ് കമ്മിറ്റിയിലേക്കുള്ള ആളെയാണോ വാർഡ് കമ്മിറ്റിയിൽ ഇങ്ങനെ ഈ നിമിഷം കാണിച്ചതാ? ആ ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തെ ഒരു സംഘടനയോ എപ്പോഴും ചാടിക്കളിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളുടെ കോൺഗ്രസ് മാറി. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. കുടചിഹ്നത്തിൽ മത്സരിച്ച എന്റെ ചോദ്യത്തിന് ഉത്തരം മത്സരിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ വാർഡ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുന്നത്? അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ, ഏതെങ്കിലും ഒരു നിങ്ങളുടെ തിരിച്ചെടുത്തിട്ടുണ്ടോ? ചോദിച്ചു കഴിഞ്ഞല്ലോ താങ്കൾ. അതായത് അദ്ദേഹം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. അവിടെ ഉണ്ടായ തർക്കം മൂലം അദ്ദേഹം കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ഈ കക്ഷിനില വന്നപ്പോ 8 അംഗങ്ങൾ UDFനും 2 അംഗങ്ങൾ വിമതരും വന്നപ്പോ ഈ വിമതരുമായി കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചു. അവരോട് കോൺഗ്രസിനൊപ്പം നിൽക്കാൻ പറഞ്ഞു. അവർ നിൽക്കാൻ തയ്യാറായി. അങ്ങനെ ഈ ശ്രീ KR ഔസേഫും ടെസി ജോസഫ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസുമായി ചേരാൻ തയ്യാറായി. 26-ാം തീയതി അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കൂടിയ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ഈ KR ഔസേഫ് പങ്കെടുത്തു. അതിനുശേഷമാണ് KR ഔസേഫ് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റുന്നത്. മാറ്റാനുണ്ടായ സാഹചര്യം ഞാൻ പറയട്ടെ വസീഫ, താങ്കൾ കുറെ നേരമായല്ലോ. ഞാൻ പറയട്ടെ, എന്റെ പോയിന്റ് പൂർത്തീകരിക്കട്ടെ. താങ്കൾ ഇങ്ങനെ പിള്ളേരെ പോക്കറി അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പൂർത്തിയാക്കിയ
അല്ല, അവസാനം ശരിക്കും എനിക്കല്ലേ തരേണ്ടത്? അതെങ്ങനെയാ? യഥാർത്ഥത്തിൽ ഉത്തരം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, നമ്മുടെ സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞു. അഭിൻ പൂർത്തിയാക്കട്ടെ പ്ലീസ്. ഞാൻ വളരെ കൃത്യമായി CPM നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ കുതിര കച്ചവടം നടത്തി നിങ്ങൾ കൊണ്ടുപോയി. അതാണ് സംഭവിച്ചത്. അത് അദ്ദേഹം തന്നെ ഇപ്പോൾ സമ്മതിച്ചു. കാരണം എന്താ, 26-ാം തീയതി കോൺഗ്രസ് യോഗത്തിൽ അദ്ദേഹം തന്നെ പങ്കെടുത്തു. 26-ാം തീയതി കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തു. ആത്യന്തികമായ ഒറ്റ തീരുമാനമേ ഉള്ളൂ. ആ തീരുമാനം ഇവരെടുത്ത 8 അംഗങ്ങളും എടുത്ത തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ അവർ പാർട്ടിയുടെ ഭാഗമായിരിക്കില്ല. പക്ഷെ അവരുമായി ചർച്ച നടത്തി പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചാൽ ഞങ്ങളുടെ തീരുമാനം പുനഃപരിശോധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല. SDPയുമായും BJPയുമായും സഖ്യം ചേരുന്ന ഏത് സ്ഥാനം വാങ്ങിക്കുന്ന ഒരാൾക്കും ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. കൃത്യമാണ് നിലപാട്, വ്യക്തമാണ് നിലപാട്, ശക്തമാണ് നിലപാട്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി അബിൻ വർക്കി, വി വസീഫ്, KR ഔസേപ്പ്, അതുൽ കൃഷ്ണ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത്. ഇനി കാണാം വീട്ടിൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.